എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചുരിദാറിന്റെ കട്ടിംഗ് വീഡിയോയാണ് ചെയ്യുന്നത്. അത് ഫുൾ സ്ലീവ്. അപ്പോൾ ഈ ചുരിദാറിന്റെ പ്രത്യേകത ഫുൾ സ്ലീവ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ നമുക്ക് ഇതിന്റെ കട്ടിങ്ങിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് അളവ് 32 ആണ് വരുന്നത്. അപ്പോൾ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 36 നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചുരിദാർ അളവായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുരിദാറിൽ നിന്ന് അളവെടുക്കാം. അപ്പോൾ ഇതാണ് ചുരിദാറിന്റെ തുണി. അപ്പോൾ ഇങ്ങനെ കഴുത്തിന് എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഫ്രണ്ട് കഴുത്തിന് എംബ്രോയിഡറി വന്നിട്ടുള്ള ചുരിദാർ പീസാണ്. ഇത് പാൻറ്റിൻ്റെ തുണിയാണ്. അപ്പോൾ നമുക്ക് ഈ ചുരിദാർ നമുക്ക് വെട്ടി വരുമ്പോൾ ഈ നടുക്ക് എംബ്രോയിഡറി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ചുരിദാർ ഫുള്ള്, അതായത് ഈ ചുരിദാർ തുണിയും കൊണ്ട് മാത്രം എത്തുവരാം. അതായത് നമ്മൾ ഫുൾ സ്ലീവ് ആണെന്ന് പറഞ്ഞു. അപ്പം ഫുൾ സ്ലീവ് നമുക്ക് ഈ ചുരിദാറിൻ്റെ തുണി കൊണ്ട് മാത്രം തികയില്ല. അതുകൊണ്ട് നമ്മൾ പാൻറ്റിൻ്റെ തുണിയും കൂടെ സ്ലീവ് കെട്ടാൻ അല്ലെങ്കിൽ പുറകു വശം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യ അളവ് നോക്കാം. ഇതാണ് നമുക്ക് അളവിന് തന്നിട്ടുള്ള ചുരിദാർ. ഒപ്പം കറക്റ്റാക്കി മടക്കിയിടുക. എന്നിട്ട് നമുക്ക് അളവെടുക്കാം. അപ്പം നമുക്കതിൻ്റെ ഫുൾ ലെങ്ത് നോക്കാം. അപ്പം ഫുൾ ലെങ്ത് വരുന്നത് 43 തയ്ച്ച് തീർന്നപ്പം 43 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ണം നോക്കാം. അപ്പോൾ ഇത് 4 ആക്കിയാണ് നമ്മൾ മടക്കിയിട്ടുള്ളത്. അതായത് ചുരിദാർ നമ്മൾ 4 ആക്കി മടക്കിയിട്ടിട്ടാണ് അളവെടുക്കുന്നത്. അപ്പോൾ ഈ ചെസ്റ്റ് അളവിൻ്റെ അവിടുത്തെ അളവ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 18 ഇഞ്ച്, അതായത് 9 ഇഞ്ച് ഒരു സൈഡിൽ വരുമ്പോൾ 2 ആക്കി മടക്കുമ്പോൾ 18 വരും. അപ്പം ചെസ്റ്റ് വണ്ണത്തിൻ്റെ നമുക്ക് 18. ഇവിടെ നമുക്ക് 7.5 അപ്പോൾ ഇത് 4 ആക്കി മടക്കിയ വണ്ണമാണ്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് നമ്മൾ നിവർത്തിയിടുമ്പോൾ 2 ആക്കി മടക്കുമ്പോൾ 15. 7 വരുമ്പോൾ വേസ്റ്റ് വണ്ണം 15. അതായത് 7 വന്നതുകൊണ്ട് നമ്മൾ ഫുൾ വണ്ണമാണ് എടുത്തത്, അതായത് 2 വണ്ണമാണ് എടുത്തത്. പിന്നെ ഇവിടെയും നമുക്ക് അതായത് ഹിപ്പ് വണ്ണം വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ ഹിപ്പ് വണ്ണം 18, 9, 7.5 നമുക്ക് 4 ആക്കി മടക്കുമ്പോൾ കിട്ടേണ്ട വണ്ണമാണിത്. ചെസ്റ്റ് വണ്ണത്തിന് 9 ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് കഴുത്തിറക്കം നോക്കാം. കഴുത്തിറക്കം 4 ഇഞ്ചാണുള്ളത്. ഇനി കൈക്കുഴി ആംഹോൾ റൗണ്ട് നോക്കാം. ആംഹോൾ റൗണ്ട് 7.5, നെക്ക് 4, പുറകിലത്തെ ആംഹോൾ റൗണ്ട് 7.5. അപ്പം 7.5 വരുമ്പോൾ 15, 14 ആയിരിക്കും അവരുടെ ആംഹോൾ റൗണ്ട് ഒറിജിനൽ. 1/2 ഇഞ്ചും കൂടെ കൂട്ടി 15 ആക്കിയതാണ്. അതായത് തയ്ച്ച് തീരുമ്പം 15 കിട്ടണമെങ്കിൽ നമ്മൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിരിക്കണം. ഇനി നമുക്ക് കൈയുടെ ലെങ്ത് നോക്കാം. കൈയുടെ ലെങ്ത് വരുന്നത് 25.5. 25. ഇനി മസിൽ വണ്ണം നോക്കാം. 6.5 ഇഞ്ച്. ഇനി അടിവശത്തെ വണ്ണം 3.5 ഇഞ്ച്. 3.5 എന്ന് പറയുമ്പോൾ ചുറ്റുവണ്ണം 7. ഇത്ര അളവ് നമ്മളെടുത്തു. ഫ്രണ്ട് നമ്മൾ അത് ചുരിദാറിൽ എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് ആ എംബ്രോയിഡറിക്ക് അനുസരിച്ചാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അളവ് എഴുതി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചുരിദാർ മടക്കിയിടാം. അപ്പം ചുരിദാറിൻ്റെ പീസ് ഇതാണ്. ഇത് പാൻറ്റിൻ്റെ പീസാണ്. അപ്പോൾ ചുരിദാർ നമുക്ക് ഈ നടുക്ക് എംബ്രോയിഡറി വന്നുകൊണ്ട്, അതായത് ഒരു സൈഡിലൊന്നുമല്ല, തുണിയുടെ നടുക്ക് ഒരു അറ്റത്തായിട്ട് എംബ്രോയിഡറി വന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യം നടുവായിട്ട് മടക്കിയിടാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴുത്തിന് എംബ്രോയിഡറി വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ ചുരിദാർ നടുവേ മടക്കി, അതായത് എംബ്രോയിഡറി കറക്റ്റ് നമുക്ക് കഴുത്തിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന പോലെ രണ്ടും നമുക്ക് കറക്റ്റ് കിട്ടുന്ന പോലെ നമ്മൾ മടക്കിയിട്ടു. അത് കാരണം നമുക്ക് സേവ് ചെയ്തൊന്നും ഈ ചുരിദാർ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫുൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തുണി കൂടുതൽ വേണ്ടത്. അപ്പം ഈ 2 മീറ്ററാണ് ചുരിദാറിൻ്റെ തുണിയുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ചുരിദാർ തികയില്ല. കാരണം ഫുൾ സ്ലീവ് 25 ഇഞ്ച് കൈ ഇറക്കം വരുന്നതുകൊണ്ട് തന്നെ ഈ 2 മീറ്റർ കൊണ്ട് നമുക്ക് ചുരിദാർ തയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെയിം കളറിലുള്ള പാൻറ്റിൻ്റെ തുണിയും കൂടെ, ഇതാണ് സെയിം കളറിലുള്ള പാൻറ്റിൻ്റെ തുണി, അതും കൂടെ നമ്മൾ ഈ ചുരിദാറിൻ്റെ ആടാക്കി തയ്ക്കുന്നത്.
അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശവും കയ്യും ഈ ഒരു പീസ് തന്നെ എടുക്കും. ബാക്കി പുറകു വശം നമ്മൾ ഇതേന്നാണ് എടുക്കുന്നത്. അതായത് പാൻറ്റിൻ്റെ തുണിയാണ്. അങ്ങനെ നമുക്ക് ചുരിദാർ തയ്ക്കാൻ പറ്റുള്ളൂ, തുണി തികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇറക്കം പിടിക്കാം. ഇറക്കം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 43.5 വേണ്ടത്. അപ്പോൾ നമുക്ക് 43.5 കിട്ടണമെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിടണം. അപ്പോൾ 44.5 നമുക്ക് അടയാളപ്പെടുത്താം. $44. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതിങ്ങ് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കത് ഈ മേശയ്ക്ക് നീളമില്ലാത്തതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇത് നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കൈക്ക് നീളം കിട്ടുമോ നോക്കിയിട്ട് നമ്മൾ കൈയായിട്ട് എടുക്കാം. നമ്മൾ ചുരിദാറിനുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പീസിനുള്ളത്. അപ്പം നമ്മളിവിടെ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് വലിച്ചിടാം, കാരണം ഇവിടെ ഷോൾഡർ നമ്മൾ എടുക്കുന്ന കാണില്ല, അതുകൊണ്ട്. അപ്പം നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി. ഇത് നമുക്കൊന്ന് വരയ്ക്കാം. 1.5 ഇഞ്ച് നമ്മൾ കൂടുതലെടുത്തു. നമുക്ക് വേണ്ട ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ഇറക്കം കൊടുത്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. ഇത് ബോർഡ് നെക്കാണ്, അതുകൊണ്ട് തന്നെ ഈ ഷോൾഡർ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റ് ആവില്ല. കാരണം ബോർഡ് നെക്ക് ആകുമ്പോൾ നമുക്ക് ഷോൾഡർ കുറവ് മതി, കഴുത്തിന് അകലം കൂടുതലായിരിക്കും. നമ്മൾ സാധാ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 13 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. അപ്പോൾ ആ കൊച്ചിന് 14 ഇഞ്ച് ഷോൾഡർ ഉണ്ടായിരിക്കണം. നോർമൽ ഷോൾഡർ, അതായത് കൊച്ചിൻ്റെ കറക്റ്റ് ഷോൾഡർ 14 ഇഞ്ചായിരിക്കണം. ഇത് ഇവിടെ തയ്ച്ച് തീർന്നപ്പം 13 ഷോൾഡർ ഉണ്ട്. അപ്പം ബോർഡിനൊക്കെ ആയതുകൊണ്ട് തന്നെ 4 ഇഞ്ചല്ലേ കഴുത്തിറക്കം വരുന്നുള്ളൂ. അപ്പോൾ 1 ഇഞ്ചേ കുറച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം 13 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. അപ്പം കൊച്ചിൻ്റെ ഒറിജിനൽ ഷോൾഡർ 14 ആയിരിക്കും. ഷോൾഡർ 14. നമ്മൾ കഴുത്തിറക്കത്തിനനുസരിച്ചാണ് ഷോൾഡർ കണക്കാക്കുന്നത്. അപ്പോൾ ഞാനത് അപ്പോൾ നമുക്കിവിടെ കഴുത്തിറക്കം വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ എംബ്രോയ്ഡറി കണക്കാക്കിയിട്ട് നമുക്ക് 6 ഇഞ്ച് കഴുത്ത് അടയാളപ്പെടുത്താം. അകലം കൊടുക്കുന്നത് നമ്മൾ 2.25. ഈ 2.25 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഈ കഴുത്തകലം എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ 2.25 കഴുത്ത് അകലം കൊടുത്തിട്ടുള്ളത്. 2.25 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴുത്തിൻ്റെ വിട്ട് നോക്കുന്നത് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 12/1 കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ 32 നമ്മുടെ ഈ കൊച്ചിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്. അതായത് ഒറിജിനൽ ചെസ്റ്റ് അളവ് എത്രയാണോ, നമ്മൾ ലൂസ് കൂട്ടിയിട്ടുള്ള ചെസ്റ്റ് അളവല്ല, ഒറിജിനൽ ചെസ്റ്റ് അളവ് എത്രയാണോ ആ ചെസ്റ്റ് അളവിനെയാണ് നമ്മൾ 12 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പം 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2.6 കിട്ടുന്നത്. അപ്പോൾ 2.6 എന്ന് പറയുമ്പോൾ നമുക്ക് 2.25 എടുക്കണം. അല്ലെങ്കിൽ 2.5 എടുത്താൽ ചിലർക്ക് ഒതുങ്ങിപ്പോവും. ഈ കൊച്ചിന് 14 ഇഞ്ച് ഷോൾഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2.25 എടുക്കാം. അപ്പോൾ ശരീരപ്രകൃതിയും കൂടെ അനുസരിച്ചായിരിക്കണം നമ്മൾ കഴുത്തിൻ്റെ വിട്ട് തീരുമാനിക്കുന്നത്. ചെസ്റ്റ് അളവിൻ്റെ 12 കാണുക. ഇനി അതിനുശേഷം നമ്മൾ ഈ കഴുത്ത് എത്രമാത്രം ആ വ്യക്തിക്ക് അനുയോജ്യമാകും നമുക്ക് ഏകദേശം ഒരു കുറച്ച് നാളത്തെ പരിചയം കൊണ്ട്, അല്ലെങ്കിൽ തയ്ച്ച് ശീലമാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 2.25 കൊടുത്താലും ഇത് അധികം ആകില്ല. 2.5 കൊടുത്താലും ഈ കൊച്ചിന് ഇവിടെ, അതായത് മുകൾ വശത്ത് കുഴപ്പമുണ്ടാവില്ല. താഴ്വശത്ത് നമുക്ക് കുറച്ചുകൂടെ വിടർത്തി കൊടുക്കാൻ പറ്റും. അതായത് ഈ എംബ്രോയ്ഡറിക്ക് അനുസരിച്ച് വിരിഞ്ഞിങ്ങനെ, അതായത് നല്ല വിടർന്ന യു ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ അകലം രേഖപ്പെടുത്തി. അപ്പോൾ ഇത് കഴുത്ത് എംബ്രോയ്ഡറി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴുത്ത് ഇപ്പം കട്ട് ചെയ്യില്ല. നമ്മൾ ഒന്നെങ്കിൽ ക്യാൻവാസ് വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലൈനിങ് വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ കഴുത്ത് ഷേപ്പ് വ്യത്യാസം മതി. നമ്മളിപ്പം കട്ട് ചെയ്താൽ ഇവിടുത്തെ അതായത് ഈ എംബ്രോയ്ഡറിയും ഈ അകലവും തമ്മിൽ ഒരുപോലെ വരികയില്ല. അതായത് ഇവിടെ അപ്പുറത്തും ഇവിടെ നമുക്ക് ഒരുപോലെ വരത്തണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് നോക്കി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കട്ട് ചെയ്യില്ല. ഇപ്പോൾ നമുക്കിനി ഷോൾഡറാണ് കണക്കാക്കേണ്ടത്. ഇതിപ്പം നമ്മൾ പുറകിൽ 5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്, അതായത് കഴുത്ത് ഇറക്കം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1.5 ഇഞ്ചാണ് ഷോൾഡറിന് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ 14 14 നിന്ന് 1.5 പോകുമ്പോൾ നമുക്ക് 12.5 വന്നു. 12യുടെ 2 ഭാഗം എന്ന് പറയുന്നത് 6.25.
അപ്പോൾ 6.25 നമ്മൾ എടുക്കുമ്പം ഈ എംബ്രോയിഡറി നമുക്ക് തീരെ ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ, അതായത് 6.5 നമ്മളെടുത്തു. കാരണം ഇത് നമുക്ക് തയ്ച്ച് ഈ കഴുത്തെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് 6.25 എടുക്കുമ്പം ചിലപ്പം ഈ എംബ്രോയിഡറി നമ്മൾ കഴുത്തടിച്ച് വരുമ്പോൾ ഷോൾഡറിൽ വ്യതിയാനം വരും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 6.5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത്. കൈക്കുഴി നമ്മൾ 15 അപ്പം 7.5 പകുതി എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്. ആ 7.5 ഇഞ്ച് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു 6 ഇഞ്ച് കൈക്കുഴിയായിട്ട്, അതായത് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് അടയാളപ്പെടുത്താം. 6 നമുക്ക് വരയ്ക്കാം. ഷോൾഡർ നമ്മൾ 6.5 എടുത്തത് ഈ എംബ്രോയിഡറി കറക്റ്റ് ചെയ്യാനാണ്. നമുക്ക് 6.25 ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ കഴുത്തകലം ഇത്രയും കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കഴുത്തിറക്കം അത്രയും കൊടുക്കുന്നതുകൊണ്ട് 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1.5 ഇഞ്ചാണ് ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് കുറച്ചത്. പക്ഷേ നമുക്കിവിടെ ഈ എംബ്രോയിഡറി കറക്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ 4 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുത്തിട്ട് 6.5 ഷോൾഡർ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ കൈക്കുഴി 6 ഇഞ്ച് ഇറക്കം കൊടുത്തു. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വേണം. അപ്പോൾ ചെസ്റ്റ് വേണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 9 ഇഞ്ചാണ്. 9ഉം 9ഉം 18, രണ്ടിലൊരു വണ്ണമായിട്ട് 18ആണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് 9 വരുന്നത്. ആ 9 നമുക്ക് ചെസ്റ്റ് വണ്ണമായിട്ട് അടയാളപ്പെടുത്താം. നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് വണ്ണമായിട്ട് 7.5 ഇഞ്ച് തയ്ച്ച് തീരുമ്പോൾ ഉള്ള വണ്ണമാണിത്. അപ്പോൾ ഹിപ്പ് വണ്ണമായിട്ട് വരുന്നത് ഒരു 21 പിടിച്ചാൽ നമുക്ക് ഹിപ്പ് വണ്ണമായിട്ട് വരുന്നതും 9 ഇഞ്ചാണ്. ഇത് 3 കൂടെ നമുക്ക് കൂട്ടി വയ്പ്പിക്കാം. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് വരയ്ക്കാം. വ്യക്തമായി കാണാനാണ് ഞാൻ ഇത്രയും തല തിരിച്ചിട്ടത്. അപ്പോൾ നമുക്ക് കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം. അതാണ് നമ്മുടെ കൈക്കുഴിയുടെ ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പിട്ടാൽ നമുക്ക് അളന്ന് നോക്കാം. നമുക്ക് 7.5 കിട്ടണം. നമ്മൾ തയ്ക്കുന്ന രീതിയിലായിരിക്കണം അളക്കേണ്ടത്. ഇത് നമുക്ക് കൃത്യം ഈ തയ്യൽത്തുമ്പിൻ്റെ അവിടെ നമുക്ക് 7.5 കിട്ടുന്നുണ്ട്. കാണാമല്ലോ അല്ലേ? ഉണ്ടോ? കൃത്യം നമുക്ക് 7.5 ആ കൃത്യം തയ്യൽത്തുമ്പിൻ്റെ, അതായത് നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തെടുത്ത് നമുക്ക് കൃത്യം 7.5 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അളവുകൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തയ്യൽത്തുമ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അത് ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ച് കറക്റ്റ് ചെയ്യുക. വണ്ണം വെക്കുന്ന ശരീരപ്രകൃതിയാണെങ്കിൽ 1.5 ഇഞ്ച് ഇടുക. ഇല്ലെങ്കിൽ 1.25 1 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. വണ്ണം അധികം വെക്കില്ലാത്തവരാണെങ്കിൽ 1 ഇഞ്ചാണെങ്കിലും ധാരാളമാണ്. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് സ്ലിറ്റിൻ്റെ വീതി, അപ്പോൾ ചുരിദാറയിൽ സ്ലിറ്റിൻ്റെ വീതി എത്രയാണെന്ന് നോക്കുക. നമുക്ക് ചുരിദാറയിൽ സ്ലിറ്റിൻ്റെ വീതി വരുന്നത് 22.5 അപ്പോൾ 11.25. നമുക്കിത് മുകളിലേക്ക് കയറ്റിയിടാം. അപ്പോൾ സ്ലിറ്റിൻ്റെ വീതി വരുന്നത് 22.5 നമുക്ക് 12 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് മടക്കി തയ്ക്കാനുള്ളൂ. നമ്മുടെ അടയാളപ്പെടുത്തിയാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ കഴിഞ്ഞു. ഇതിന് നമുക്കിങ്ങോട്ട് ചേർത്ത് വരയ്ക്കാം. നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു 3/4 ഇഞ്ച് ചരിച്ചു കൊടുക്കാം. നമ്മൾ അടിവശത്ത് ഒരു 3/4 ഇഞ്ച് ചരിച്ചു കൊടുക്കും. അങ്ങനെ ഇവിടെ തൂങ്ങി. അപ്പോൾ നമ്മൾ ഇറക്കം, അപ്പോൾ നമുക്കിവിടെ കഴുത്തിറക്കം വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ എംബ്രോയിഡറി കണക്കാക്കിയിട്ട് നമുക്ക് 6 ഇഞ്ച് കഴുത്ത് അടയാളപ്പെടുത്താം. അകലം കൊടുക്കുന്നത് നമ്മൾ 2.25. ഈ 2.25 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴുത്തിൻ്റെ വിട്ട് നോക്കുന്നത് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 12-1 കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ 32 നമ്മുടെ ഈ കൊച്ചിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്. അതായത് ഒറിജിനൽ ചെസ്റ്റ് അളവ് എത്രയാണോ, നമ്മൾ ലൂസ് കൂട്ടിയിട്ടുള്ള ചെസ്റ്റ് അളവല്ല, ഒറിജിനൽ ചെസ്റ്റ് അളവ് എത്രയാണോ ആ ചെസ്റ്റ് അളവിനെയാണ് നമ്മൾ 12 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പം 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2.6 കിട്ടുന്നത്. അപ്പോൾ 2.6 എന്ന് പറയുമ്പോൾ നമുക്ക് 2.25 എടുക്കണം. അല്ലെങ്കിൽ 2.5 എടുത്താൽ ചിലർക്ക് ഒതുങ്ങി പോകും. ഈ കൊച്ചിന് 14 ഇഞ്ച് ഷോൾഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2.25 എടുക്കാം. അപ്പോൾ ശരീരപ്രകൃതിയും കൂടെ അനുസരിച്ചായിരിക്കണം നമ്മൾ കഴുത്തിൻ്റെ വിട്ട് തീരുമാനിക്കുന്നത്. ചെസ്റ്റ് അളവിൻ്റെ 12-1 കാണുക. ഇനി അതിനുശേഷം നമ്മൾ ഈ കഴുത്ത് എത്രമാത്രം ആ വ്യക്തിക്ക് അനുയോജ്യമാകുമെന്ന് നമുക്ക് ഏകദേശം ഒരു കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് അല്ലെങ്കിൽ തയ്ച്ച് ശീലമാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 2.25 കൊടുത്താലും ഇത് അധികം ആകില്ല, 2.5 കൊടുത്താലും ഈ കൊച്ചിന് ഇവിടെ, അതായത് മുകൾ വശത്ത് കുഴപ്പമുണ്ടാവില്ല. താഴ്വശത്ത് നമുക്ക് കുറച്ചുകൂടെ വിടർത്തി കൊടുക്കാൻ പറ്റും. അതായത് ഈ എംബ്രോയിഡറിക്ക് അനുസരിച്ച് വിരിഞ്ഞിങ്ങനെ, അതായത് നല്ല വിടർന്ന യു ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ അകലം രേഖപ്പെടുത്തി. അപ്പോൾ ഇത് കഴുത്ത് എംബ്രോയിഡറി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴുത്ത് ഇപ്പം കട്ട് ചെയ്യില്ല. നമ്മൾ ഒന്നെങ്കിൽ ക്യാൻവാസ് വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലൈനിങ് വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ കഴുത്ത് ഷേപ്പ് വ്യത്യാസം മതി. നമ്മളിപ്പം കട്ട് ചെയ്താൽ ഇവിടുത്തെ അതായത് ഈ എംബ്രോയിഡറിയും ഈ അകലവും തമ്മിൽ ഒരുപോലെ വരികയില്ല. അതായത് ഇവിടെ അപ്പുറത്തും ഇവിടെ നമുക്ക് ഒരുപോലെ വരത്തണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് നോക്കി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കട്ട് ചെയ്യില്ല. ഇപ്പോൾ നമുക്കിനി ഷോൾഡറാണ് കണക്കാക്കേണ്ടത്. ഇതിപ്പം നമ്മൾ പുറകിൽ 5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്, അതായത് കഴുത്ത് ഇറക്കം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1.5 ഇഞ്ചാണ് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ 14 14-ൽ നിന്ന് 1.5 പോകുമ്പോൾ നമുക്ക് 12.5 വന്നു. 12.5-യുടെ 2-ൽ 1 ഭാഗം എന്ന് പറയുന്നത് 6.25. അപ്പോൾ 6.25 നമ്മൾ എടുക്കുമ്പം ഈ എംബ്രോയിഡറി നമുക്ക് തീരെ ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ, അതായത് 6.5 നമ്മളെടുത്തു. കാരണം ഇത് നമുക്ക് തയ്ച്ച് ഈ കഴുത്തെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് 6.25 എടുക്കുമ്പം ചിലപ്പം ഈ എംബ്രോയിഡറി നമ്മൾ കഴുത്തടിച്ച് വരുമ്പോൾ ഷോൾഡറിൽ വ്യതിയാനം വരും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 6.5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത്. കൈക്കുഴി നമ്മൾ അളന്നപ്പം കണ്ടു, ആമ്പോൾ നമുക്ക് 15 അപ്പം 7.5 പകുതി എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്. ആ 7.5 ഇഞ്ച് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു 6 ഇഞ്ച് കൈക്കുഴിയായിട്ട്, അതായത് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് അടയാളപ്പെടുത്താം. 6 നമുക്ക് വരയ്ക്കാം. ഷോൾഡർ നമ്മൾ 6.5 എടുത്തത് ഈ എംബ്രോയിഡറി കറക്റ്റ് ചെയ്യാനാണ്. നമുക്ക് 6.25 ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ കഴുത്തകലം ഇത്രയും കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കഴുത്തിറക്കം അത്രയും കൊടുക്കുന്നതുകൊണ്ട് 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1.5 ഇഞ്ചാണ് ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് കുറച്ചത്. പക്ഷേ നമുക്കിവിടെ ഈ എംബ്രോയിഡറി കറക്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ 4 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുത്തിട്ട് 6.5-ൽ ഷോൾഡർ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ കൈക്കുഴി 6 ഇഞ്ച് ഇറക്കം കൊടുത്തു. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വേണം. അപ്പോൾ ചെസ്റ്റ് വേണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 9 ഇഞ്ചാണ്. 9-ഉം 9-ഉം 18, 2-ൽ 1 വണ്ണമായിട്ട് 18 അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് 9 വരുന്നത്. ആ 9 നമുക്ക് ചെസ്റ്റ് വണ്ണമായിട്ട് അടയാളപ്പെടുത്താം. നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് വണ്ണമായിട്ട് 7.5 ഇഞ്ച് തയ്ച്ച് തീരുമ്പോൾ ഉള്ള വണ്ണമാണിത്. അപ്പോൾ ഹിപ്പ് വണ്ണമായിട്ട് വരുന്നത് ഒരു 21 പിടിച്ചാൽ നമുക്ക് ഹിപ്പ് വണ്ണമായിട്ട് വരുന്നതും 9 ഇഞ്ചാണ്. അപ്പോൾ ഇത് 3 കൂടെ നമുക്ക് കൂട്ടി വയ്പ്പിക്കാം. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് വരയ്ക്കാം. വ്യക്തമായി കാണാനാണ് ഞാൻ ഇത്രയും തല തിരിച്ചിട്ടത്. അപ്പോൾ നമുക്ക് കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം. അതാണ് നമ്മുടെ കൈക്കുഴിയുടെ ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പിട്ടാൽ നമുക്ക് അളന്ന് നോക്കാം. നമുക്ക് 7.5 കിട്ടണം. നമ്മൾ തയ്ക്കുന്ന രീതിയിലായിരിക്കണം അളക്കേണ്ടത്. ഇത് നമുക്ക് കൃത്യം ഈ തയ്യൽത്തുമ്പിൻ്റെ അവിടെ നമുക്ക് 7.5 കിട്ടുന്നുണ്ട്. കാണാമല്ലോ അല്ലേ? ഉണ്ടോ? കൃത്യം നമുക്ക് 7.5 ആ കൃത്യം തയ്യൽത്തുമ്പിൻ്റെ, അതായത് നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തെടുത്ത് നമുക്ക് കൃത്യം 7.5 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അളവുകൾ കറക്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി തയ്യൽത്തുമ്പം കൂടി ഇട്ട് കൊടുക്കാം. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അത് ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ച് കറക്റ്റ് ചെയ്യുക. വണ്ണം വെക്കുന്ന ശരീരപ്രകൃതിയാണെങ്കിൽ 1.5 ഇഞ്ച് ഇടുക, ഇല്ലെങ്കിൽ 1.25 1 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. വണ്ണം അധികം വെക്കില്ലാത്തവരാണെങ്കിൽ 1 ഇഞ്ചാണെങ്കിലും ധാരാളമാണ്. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് സ്ലിറ്റിൻ്റെ വീതി, അപ്പോൾ ചുരിദാറയിൽ സ്ലിറ്റിൻ്റെ വീതി എത്രയാണെന്ന് നോക്കുക. നമുക്ക് ചുരിദാറയിൽ സ്ലിറ്റിൻ്റെ വീതി വരുന്നത് 22.5 അപ്പോൾ 11.25. നമുക്കിത് മുകളിലേക്ക് കയറ്റിയിടാം. അപ്പോൾ സ്ലിറ്റിൻ്റെ വീതി വരുന്നത് 22.5 നമുക്ക് 12 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് മടക്കി തയ്ക്കാനുള്ളൂ. നമ്മുടെ അടയാളപ്പെടുത്തിയാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ കഴിഞ്ഞു. ഇതിനെ നമുക്കിങ്ങോട്ട് ചേർത്ത് വരയ്ക്കാം. നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു 3/4 ഇഞ്ച് ചരിച്ചു കൊടുക്കാം. നമ്മൾ അടിവശത്ത് ഒരു 3/4 ഇഞ്ച് ചരിച്ചു കൊടുത്തു. അങ്ങനെ ഇവിടെ അളവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് കട്ട് ചെയ്യില്ല, നമ്മൾ ഷോൾഡർ ഇങ്ങനെ കട്ട് ചെയ്ത് കൈക്കുഴി കട്ട് ചെയ്ത് വണ്ണം കട്ട് ചെയ്തെടുക്കും. എല്ലാത്തിനും നമുക്ക് എപ്പോഴും കഴുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ തുണിയുടെയും പ്രകൃതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഷേപ്പിനനുസരിച്ചായിരിക്കണം നമ്മൾ തയ്യലിൽ വ്യത്യാസം വരുത്തി വേണം നമ്മൾ ചെയ്യാൻ. എങ്കിലേ ആ ഡ്രസ്സ് നമുക്ക് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള തുണി കൈ കട്ട് ചെയ്യാൻ പറ്റില്ല. സാധാരണ നമുക്ക് ഇങ്ങനെ നടുക്ക് അടിച്ചിട്ട് നമുക്ക് കൈ നമുക്ക് അടിക്കാമായിരുന്നു. ഇതിപ്പോൾ 14 ഇഞ്ച് ഇറക്കമുള്ള 3/4 ആണെങ്കിൽ നമുക്ക് ഈ സൈഡ് വശം കൊണ്ട് നമുക്ക് കൈ കിട്ടും. പക്ഷേ ഇത് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് 25.5 ഇറക്കം തയ്ച്ച് തീരുമ്പോൾ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നടന്നു നോക്കാം. ഇത് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ഫ്രണ്ട് പീസ് കെട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയാണ്. ഇതുണ്ടോ, നമുക്കിവിടെ 23.5 ഇഞ്ച് ഇറക്കമേ നമുക്കിവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത് 25.5 അപ്പോൾ ഇത് നമുക്ക് ഫുൾ സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റില്ല. ഹാഫ് സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഒരു 14-15 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് നമ്മുടെ നടുക്കടിച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ഫുൾ സ്ലീവ് വേണ്ടതുകൊണ്ട് നമുക്ക് ഈ തുണി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാൻറ്റിൻ്റെ തുണിയും കൊണ്ട് നമുക്ക് ഈ ചുരിദാർ കട്ടിങ്ങിൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറകു വശം കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ തുണിയാണ് ഉപയോഗിക്കുന്നത്. സെയിം കളർ തന്നെയാണ്, മെറ്റീരിയൽ മാത്രം ചെറിയൊരു കട്ടി കൂടുതലും കട്ടി കുറവുമായിട്ടുണ്ട്. അതായത് പാൻറ്റിൻ്റെ തുണിക്ക് ഇച്ചിരി കൂടെ കട്ടി ഉണ്ടാവും, ചുരിദാറിൻ്റെ തുണിക്ക് അത്രയും കട്ടി ഉണ്ടാവില്ല. തുണിക്ക് കട്ടി ഉണ്ടാവില്ല. ഇതിന് ഇച്ചിരി പാൻറ്റിൻ്റെ തുണി ആയതുകൊണ്ട് ചെറിയൊരു കട്ടി വ്യത്യാസം, അതായത് തുണിക്ക് ഒരു കട്ടി വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സെയിം കളർ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചുരിദാറിൻ്റെ പുറകുവശമായിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മുൻവശം നമുക്കിങ്ങനെ ഇട്ടിട്ട് പുറകുവശം കട്ട് ചെയ്യാം. അപ്പം ഷോൾഡറിലൊന്നും വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. കഴുത്തിലും കൈക്കുഴിയുടെ ഇതിലും മാത്രമാണ് നമുക്ക് വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് വശം പോലെ തന്നെ വരയ്ക്കാം. വണ്ണമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ ഈ കൈക്കുഴിയുടെ അവിടെ നമ്മൾ ഫ്രണ്ട് വശം നമ്മൾ കുഴിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പുറകു വശം നമ്മൾ അത്രയും കുഴിച്ച് കട്ട് ചെയ്യില്ല. അതിന് പകരം നമ്മൾ 1/2 ഇഞ്ചും കൂടെ കൂടുതൽ വിട്ടു. ഇങ്ങനെ ഇപ്പോൾ ഫ്രണ്ട് വശം വരുന്നത് ഇതാണ്, നമ്മൾ പുറകുവശം കട്ട് ചെയ്യുന്നത് ഇതാണ്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ എല്ലാം സെയിം തന്നെ, കൈക്കുഴി മാത്രം വ്യത്യാസം. അതായത് ഇത് ഫ്രണ്ട് വശവും
ഇത് പുറകുവശം. അപ്പോൾ നമ്മൾ പുറകുവശത്തിന് അതിലെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് വണ്ണം എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതിലേ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടിവശം 3/4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടിവശം ഈ സൈഡ് വശം നമ്മൾ 3/4 ഇഞ്ച് നേരെ ഇവിടെ നേരെ കട്ട് ചെയ്തു. ഇവിടെ നിന്ന് ചെരിച്ച് നമ്മൾ 3/4 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നും പുറകും കട്ട് ചെയ്തു. നമുക്ക് പുറകു വശത്തെ കഴുത്ത് കട്ട് ചെയ്യാം. ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. പുറകു വശം നമുക്ക് ഒരു 5 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് നമുക്ക് 2.5 ഇഞ്ച് അകലം മതി. 2.5 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നു. കാരണം തയ്ച്ച് വരുമ്പോൾ നമുക്ക് 2.25 ആവും. 5 ഇഞ്ച് കഴുത്ത് ഇറക്കം കൊടുക്കുന്നു. 2.5 ഇഞ്ചാണ് നമ്മൾ കഴുത്ത് അകലം കൊടുക്കുന്നത്. അടിവശത്ത് വേണമെങ്കിൽ നമുക്ക് 2.25 കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് വരച്ചിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ, അതായത് പുറകു കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ ഒറിജിനൽ ഷോൾഡർ നമ്മൾ കുറച്ച് കൊടുക്കുന്നത്. സാരി ബ്ലൗസിനും അങ്ങനെ തന്നെയാണ്, ചുരിദാറിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ടില്ല, പുറകു വശം മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യുന്നത്. നല്ല മഴയാണ് പുറത്ത്. നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചൊരു പീസുണ്ട്. അത് നമുക്ക് കൈയുടെ നീളമായിട്ട് കിട്ടുമോ നോക്കാം. കൈ നമുക്ക് കിട്ടുമോ നോക്കാം. ഇതായിരുന്നു ആ പീസ്. ഇനി ഇത് കിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് പാൻറ്റിൻ്റെ പീസിൽ നമുക്ക് കൈയും കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഇറക്കം കിട്ടുമോ നോക്കാം. നമുക്ക് 25.5 തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട ഇറക്കം. അപ്പോൾ നമുക്ക് 25 1.5 27 നമുക്ക് കിട്ടണം. 27 കിട്ടണം നമുക്ക്. അപ്പം കൈ അടിവശം ഇച്ചിരി വീതിയിൽ മടക്കി അടിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് 1.5 എന്നുള്ളത്, അതായത് നമ്മൾ 25.5 തയ്ച്ച് തീരുമ്പം കിട്ടേണ്ട ഇറക്കം. അതിൻ്റെ കൂടെ നമ്മൾ 2.5 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 25 2 27. 27 ഇഞ്ച് നമ്മൾ ഇറക്കമായിട്ട് അടയാളപ്പെടുത്തുക. കാരണം നമ്മളിവിടെ നല്ല വീതിയിലാണ് മടക്കി അടിക്കുന്നത്. പിന്നെ ഇതിന് നമുക്കൊരു ചെറിയ പഫ് കൈ പോലെ, അതായത് ചെറിയൊരു ഞുറി, ഒരു 5-6 ഞുറി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 ഇഞ്ച് നമ്മൾ, അതായത് 27 നമ്മളിവിടെ അടയാളപ്പെടുത്തി. നമ്മൾ കൈ വീതിയിലാണ് മടക്കി അടിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈക്കുള്ളത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇറക്കം വരേണ്ടത് 25.5. 25.5 കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 27 കിട്ടി. 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വീതി മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ടുള്ളത്. 27 കിട്ടി. ഇനി നമുക്ക് ഇതിന് പഫ് കൈ ആണ് കൊടുക്കുന്നത്. ഫുൾ സ്ലീവ് ആണ്, പഫ് കൈയുമാണ്. അപ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ, അതായത് 27 27 1.5 29. അപ്പോൾ നമ്മൾ ശരിക്കും 3.5 ഇഞ്ച് നമുക്ക് ഫുൾ സ്ലീവിൻ്റെ കൂടെ ഫുൾ സ്ലീവ് നമുക്ക് ഞുറി വെക്കുന്ന, അതായത് ഫഫായിട്ടുള്ള നമ്മുടെ ഫുൾ സ്ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ കൂടെ നമ്മൾ കൂട്ടിയിട്ടുള്ളത്, ലൂസ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 29 നമ്മൾ ഇറക്കം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റിഗാൾ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 32 കൊച്ചിൻ്റെ ചെസ്റ്റ് വണ്ണം. അപ്പോൾ അതിൻ്റെ 10 ഭാഗം. അപ്പോൾ നമുക്ക് 3.5 ഇഞ്ച് എടുക്കാം. ഇത് റിഗാൾ ഷേപ്പിനുള്ളത്. ഇത് നമ്മുടെ ഇറക്കം, അതായത് നമുക്ക് വേണ്ട ഫുൾ സ്ലീവ്. ഇനി നമുക്ക് 1 ആണ് നോക്കേണ്ടത് കൈയുടെ. അപ്പോൾ നമ്മളിവിടെ കൈയുടെ വണ്ണം എഴുതിയിട്ടുള്ളത്. മസിൽ വണ്ണം നമുക്ക് 6.5 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 6.5 നമുക്കൊരു 1.5 ഇഞ്ച് കൂടുതലിടാം. നമ്മൾ വണ്ണം അടിക്കേണ്ട വണ്ണമാണിത്. ഇത് നമ്മൾ തയ്യൽ തുമ്പിട്ടത്. ഇനി അടിവശത്ത് നമുക്ക് 3.5 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്.
അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇടും. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ അടയാളപ്പെടുത്തി. ഇനി നമുക്കിതൊന്ന് കൂട്ടി വരയ്ക്കാം. ഇത് റിഗാൾ ഷേപ്പിനുള്ള ഇറക്കം ഈ വണ്ണത്തിലേക്ക്, അതായത് ഈ ഇറക്കത്തിലേക്ക് നമുക്ക് ഇതിനൊന്ന് ചെരിച്ച് വരയ്ക്കാം. നമ്മൾ ചെരിച്ച് വരച്ചിട്ടുണ്ട്. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ കോണ് വരച്ച് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. അത് 9.25 ഉണ്ട്, 9ൻ്റെ പകുതി. അപ്പോൾ അത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വണ്ണം വരയ്ക്കാം. വണ്ണത്തിനുള്ളത് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്കിതിന് ചെറിയ ഷേപ്പ് കൊടുക്കണം. അതായത് കൈയിലേക്ക് നമുക്കൊരു ചെറിയ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടും ചെയ്യാം, അല്ലാതെ നമുക്ക് കൈ കൊണ്ടും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കും. ഫുൾ സ്ലീവ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫുൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ സ്ലീവ് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ റിഗാൾ ഷേപ്പ് എടുക്കുക, വണ്ണം അടയാളപ്പെടുത്തുക, മസിൽ വണ്ണം അടയാളപ്പെടുത്തുക, കൈയുടെ ഇറക്കം എടുത്തു, വണ്ണം എടുത്തു, റിഗാൾ ഷേപ്പ് എടുത്ത ശേഷം നമ്മൾ ഷേപ്പ് വരച്ചെടുക്കുക. ഷേപ്പ് വരച്ചെടുത്ത് താഴത്തെ വണ്ണം അടയാളപ്പെടുത്തുക, തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തി നമ്മൾ ചേർത്ത് വരച്ച് ഷേപ്പും ചെയ്താൽ നമ്മുടെ ഫുൾ സ്ലീവ് റെഡിയായി. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതാണ് നമുക്ക് പഫിനുള്ള 1.5 ഇഞ്ച് അവിടെ നമുക്ക് നോച്ചിട്ട് കൊടുക്കാം. ഇവിടെ വരെയാണ് നമ്മൾ ഞുറിയിടുന്നത്. അതിന് ശേഷം നമുക്ക് താഴോട്ട് വെട്ടിയെടുക്കാം. കാരണം നമ്മൾ വലിയ ഫഫ് കൈ വലിയ ഫഫ് കൈ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഷേപ്പ് ഇവിടെ നമ്മൾ കൂർമ്മിച്ചെടുക്കാത്തത്, അതായത് ഷേപ്പ് ചെയ്തെടുക്കാത്തത്. അപ്പോൾ നമ്മൾ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫുൾ സ്ലീവ് വെട്ടുന്നത്. ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും തമ്മിൽ വ്യത്യാസമുള്ളത് ഈ നമ്മൾ ഷേപ്പ് താഴെത്തൊട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം നമ്മൾ ഫുൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. ഉണ്ടാവില്ല. അപ്പോൾ കൈ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കൈയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല. എനിക്ക് ഓണമായിട്ട് ഇച്ചിരി തിരക്കുണ്ട്, അതുകൊണ്ട് തയ്ക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. തയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, കട്ട് ചെയ്യാനല്ലേ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ നമുക്ക് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കും കൂടെ കാണിച്ചു തരാം. നമ്മൾ കഴുത്തെല്ലാം കറക്റ്റ് ചെയ്ത്, അതായത് എല്ലാ സ്പേസ് രണ്ടു വശത്തെ സ്പേസ് തുല്യമാക്കി നമ്മൾ കഴുത്തടിച്ചിട്ടുണ്ട്. ഞാൻ ക്യാൻവാസ് വെച്ചില്ല, അല്ലാതെ ലൈനിങ് വെച്ച് അടിച്ചു മറിക്കുകയാണ് ഇത്. തിരക്കുള്ളതുകൊണ്ട് ഒട്ടിക്കാനൊന്നും നേരം കിട്ടാത്തതുകൊണ്ട് വേഗം ഞാൻ ലൈനിങ് വെച്ച് അടിച്ചു മറിക്കുകയാണ്. ഓണം ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ഒന്നും ഒട്ടിക്കാതെയാണ് ചെയ്തത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കഴുത്ത് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തേച്ചും കൂടെ കഴിയുമ്പോൾ നല്ല ഭംഗിയാവും. ഇത് സ്വതവേ ഉള്ളൊരു ചുളുക്കമാണ്, ചുരിദാറിൻ്റെ തുണിക്കുള്ള ചുളുക്കമാണ് ഇത് കാണുന്നത്. അപ്പം നമുക്കിനി ഷോൾഡർ ഒന്ന് കറക്റ്റ് ചെയ്യണം. കാരണം നമ്മൾ കഴുത്ത് കറക്റ്റ് ആക്കിയപ്പം ഷോൾഡറിൻ്റെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ആക്കണം, അത്രയേ ഉള്ളൂ. യു കഴുത്താണ് തയ്ച്ചിട്ടുള്ളത്, ഒതുങ്ങിയ യു കഴുത്താണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്തിയിട്ട് ഷോൾഡർ കൂട്ടിയിട്ടില്ല. നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. നമ്മൾ 9 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വണ്ണമായിട്ട് വരേണ്ടത്. വേസ്റ്റ് വണ്ണമായിട്ട് വരേണ്ടത് 7.5 ഇനി ഹിപ്പ് വണ്ണമായിട്ട് വരേണ്ടത് 9 തന്നെയാണ്. അപ്പം താഴേക്ക് നമ്മൾ സ്ലിറ്റും നമുക്ക് കൂട്ടി വരയ്ക്കാം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പുറ വശത്ത് നമുക്ക് അടയാളപ്പെടുത്താം. 9, 7.5,
അപ്പോൾ നമ്മുടെ വണ്ണം അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി ഏൽപ്പിച്ചിട്ട് കൈ പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇനി ഷോൾഡറും പിടിപ്പിച്ച് കൈയും പിടിപ്പിച്ച് സ്ലൈഡ് വടിച്ചിട്ട് ലാസ്റ്റ് ചുരിദാറിൻ്റെ കാണിക്കാം. ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ 32 ചെസ്റ്റ് അളവുള്ള ചുരിദാർ തയ്ച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പം അറിയാത്തവർക്ക് ഫുൾ സ്ലീവ് വെട്ടി തയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട. ഫുൾ സ്ലീവ് വരുമ്പോൾ നമ്മൾ നല്ല ഷേപ്പ് കൊടുത്ത് വേണം കൈ തയ്ക്കാൻ, എങ്കിലേ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഴുത്തതെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സ്പേസ് എല്ലാം കറക്റ്റ് ചെയ്ത് എംബ്രോയിഡറിയും ഇവിടുത്തെ അരികും തമ്മിലുള്ള സ്പേസ് കറക്റ്റ് ചെയ്താണ് നമ്മൾ കഴുത്തടിച്ചിട്ടുള്ളത്. ക്യാൻവാസ് വെച്ചിട്ടൊന്നുമില്ല, ലൈനിങ് വെച്ച് അടിച്ച് മറിക്കുകയാണ് ചെയ്തത്. അതുപോലെ നല്ല അടിവശത്താണെങ്കിലും നല്ല വീതിയിൽ നമ്മുടെ 22.5 വീതി കൊടുത്തിട്ട് സ്ലിറ്റിൻ്റെ വീതി നല്ല വീതി കൊടുത്തിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്